ജനം ടി വിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് ബിനു വാഴമുട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ബിനു വാഴമുട്ടത്തിനെതിരെ നിരവധി പരാതികളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് പോലീസ് കേസെടുക്കുന്നതേ ഇല്ല. നിരവധി തവണ നമ്മൾ ഈ സംബന്ധിച്ച വാർത്ത കൊടുത്തു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്താണ് നടപടിയെന്ന് ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത് ഏത് കേസ്, അങ്ങനെ പല കേസുകളുണ്ടല്ലോ. ഈ ബിനു വാഴമുട്ടത്തിനെതിരെയൊക്കെ കേസെടുത്ത വലിയ പ്രശ്നം ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ നാമജപ പ്രതിഷേധത്തിനെതിരെ കേസെടുത്തവരാണ് അല്ലേ? അതെ, ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. അതെ, ജനം ടിവിക്കെതിരെ ജയ് മസി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെയ്യാറ്റിൻകരയിൽ നടത്തിയ പ്രാർത്ഥനാ സംഗമം സമ്പൂർണ്ണ പരാജയം. 500-ലധികം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും 30 പേർ പോലും എത്തിയിരുന്നില്ല. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ വാർത്ത നൽകിയതിനാണ് ജനം ടിവിക്കെതിരെ പ്രാർത്ഥനാ സംഗമം നടത്തിയത്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ് തലസ്ഥാനത്ത് നിന്ന്. ശാലിനി, നമ്മൾ എങ്ങനെയാണ് ഈ വാർത്തയിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്തത്? അത് പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആഭ്യന്തര വകുപ്പിന് ഇപ്പോഴും യാതൊരു അറിവുമില്ല എന്ന് നടിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ജനം ടിവിക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിക്കാൻ അവർ ശ്രമം നടത്തി. ആളുകളെ വിളിച്ചുകൂട്ടി പ്രാർത്ഥനാ സംഗമം എന്ന ചെല്ലപ്പേരായിരുന്നു അതിന് നൽകിയിരുന്നത്. എന്താണ് ശാലിനി, വിജയിച്ചോ ആ സംഗമം? ആളുകളൊക്കെ എത്തിയോ? രാഖി, വിനോദ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്നാലും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചെല്ലപ്പേരിട്ട് നടത്തിയ പരിപാടി കാര്യമായി പുരോഗമനം ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മുടെ ടീം അവിടെ എത്തിയതാണ്. അവരുടെ അവകാശവാദം എന്നുള്ളത് പ്രാർത്ഥനാ സംഗമത്തിൽ 500-ലധികം പേരെ പങ്കെടുപ്പിക്കുമെന്നുള്ളതാണ്. ജെയ്മസ്റ്റി കമ്മ്യൂണിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. അതായത് ജനം ടി വി കഴിഞ്ഞ കുറേ നാളുകളായി ബിനു വാഴമുട്ടത്തിനെതിരെ നൽകിയിട്ടുള്ള വാർത്തകൾ അത് ജനം ശരിവെച്ചിട്ടുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് ഒരു ഇരട്ടത്താപ്പ് നയം ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിരവധി പരാതികൾ, അത് പീഡന പരാതിയുണ്ട്, ഒപ്പം തന്നെ മതപരിവർത്തനമുണ്ട്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത 1 ഡസനിലധികമുള്ള പരാതികൾ ഈ ബിനു വാഴമുട്ടത്തിനെതിരെ ഉയർന്ന സാഹചര്യത്തിൽ ആ പരാതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അതിൽ നടപടികൾ സ്വീകരിക്കാതെ ആഭ്യന്തര വകുപ്പ് ബിനു വാഴമുട്ടത്തിൽ പരാതിക്കാർക്കെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ നടപടിയെടുക്കുന്ന ഒരു ഇരട്ടത്താപ്പ് നയമാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത്. ഇതിൽ പലതവണ ആഭ്യന്തര വകുപ്പിന്റെ പ്രതികരണം തേടാൻ നമ്മൾ തയ്യാറായെങ്കിലും കാര്യമായ രീതിയിൽ പ്രതികരിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന് പിന്നാലെയാണ് ജനം ടി വിക്കെതിരെ ഒരു വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് പാലിയോട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ നടത്തിയത്. അതിൽ വിശ്വാസികളോട് പറഞ്ഞിരുന്നത് സാധാരണഗതിയിലുള്ള ഞായറാഴ്ചകളിൽ ചേരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടി എന്നുള്ളതാണ്. പക്ഷേ ആ പരിപാടിയിൽ പോലും 500-ൽ താഴെ ആളുകളാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ അവകാശപ്പെട്ടത് 500 പേരിലധികം പങ്കെടുക്കും എന്നുള്ളതാണ്. നമ്മൾ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ 30-ൽ താഴെ ആളുകൾ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. കാരണം അപ്പോൾ തന്നെ അവകാശവാദം പൊളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ജനം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ജനം ടി വിയുടെ പ്രേക്ഷകർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പറ്റം ആളുകൾ ബിനു വാഴമുട്ടത്തിൽ എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം 17 വയസ്സൊക്കെയുള്ള കുഞ്ഞു കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ലൈംഗികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പീഡിപ്പിക്കുക, പിന്നീട് നിർബന്ധിതമായും മതപരിവർത്തനം നടത്തുക. ഒരു മതത്തിൽ വിശ്വസിക്കാം എന്നുള്ളത് അവനുടെ മൗലികാവകാശമാണ്. അതിനെ ഖനിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള മത പരിവർത്തനം അടക്കം ബിനു വാഴമുട്ടത്തിൽ നടത്തിയത്. അതിന് കുടപിടിക്കുകയാണ് ഈ ജെയ്മസ്റ്റി അടക്കമുള്ള കമ്മ്യൂണിറ്റി, അവരുടെ പാസ്റ്റർമാർ അടക്കമുള്ളവർ. കാരണം ഇന്നലെ ഗുണ്ടകളെ അടക്കം ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനം ടി വിക്കെതിരെ വലിയ രീതിയിലുള്ള ഗുണ്ടായിസ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇന്നലെ ഈ പ്രാർത്ഥനാ സംഗമം നടത്തിയ ഭാഗത്തും 10-ലധികം വരുന്ന ഗുണ്ടാ ടീമുകളെ ഇറക്കിയാണ് അവരുടെ ഒരു പ്രചാരണം അല്ലെങ്കിൽ അവരൊരു മുഖം വൃത്തിയാക്കാനുള്ള ഒരു ഭാഗമായി അവരുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അല്ല, പരിപാടി പാളിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും രാഖി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഈ ഒരു ബിനു വാഴമുട്ടത്തിൽ ഒപ്പം തന്നെ ബിനുവിനെ മാതൃകയാക്കുന്ന ആളുകളെ പറ്റി നിരന്തരം ജനം ടി വി വാർത്ത നൽകുമെന്നുള്ളതിൽ സംശയമില്ല. അത് മതപരിവർത്തനമായിക്കോട്ടെ, പീഡനമായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് ആയിക്കോട്ടെ, അതിൽ കൃത്യമായ അന്വേഷണ പരമ്പര തുടരുമെന്നുള്ള താക്കീത് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഈ പ്രാർത്ഥനാ സംഗമം നടത്തിയ ജെയ്മസ്റ്റി കമ്മ്യൂണിറ്റിക്കും പാസ്റ്റർമാർക്കും ബിനു വാഴമുട്ടത്തിലും ജനം ടി വിക്ക് നൽകാനുള്ളത്. ശരി ശാലിനി, എന്തായാലും ശാലിനി സൂചിപ്പിച്ചതുപോലെ നമ്മൾ നമ്മളുടെ ധർമ്മം വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച എന്താണ് എന്ന് ആലോചിക്കേണ്ടത്, നടപടി എന്താകണം എന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ ഭരണകർത്താക്കളാണ്. അവർ ചെയ്താലേ പറ്റൂ അല്ലേ? അല്ലാതെ നമുക്ക് കയറി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവരാണ് നടപടി എടുക്കേണ്ടത്. ഇത്തരം നിയമലംഘനങ്ങൾ, ഇത്തരം പരാതികളൊക്കെ കൃത്യമായി നമ്മൾ കൊടുക്കുമ്പോൾ അതിന്മേൽ നടപടിയെടുക്കാതെ അതിലൊക്കെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഭരണകർത്താക്കളെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ
സത്യമെന്നായാലും നീതി എന്നായാലും തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. അതുകൊണ്ട് നീതികേടിനെതിരെ ഉള്ള പോരാട്ടത്തിൽ ജനൻ TV മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.